ഹായ്, നമുക്കിന്ന് കാരമൽ സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ, പിന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നു എന്നുള്ളൊരു സ്റ്റെപ്പും കൂടെ ഉള്ളു എക്സ്ട്രാ ആയിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ നല്ലതുപോലെ ആ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആ സേമിയ ആ പാലിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. അലൂമിനിയം പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സേമിയ വെന്ത് വന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മൾ മധുരം ഒന്ന് നോക്കണം. കുറച്ചുകൂടെ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇനി കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം.